ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യമ്മി ഷേക്കുമായിട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഒരു കോഫി ലെയറിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡാൽഗോണ കോഫി എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാകും. ഏകദേശം അതുപോലെ തന്നെ ചെയ്തെടുക്കണം, എന്നാൽ അത്രയും ക്രീമി ആവണ്ട. ഫോർക്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും. ബീറ്റർ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടും. കോഫിയുടെ ലെയർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും ക്രീമിയായി കിട്ടിയാൽ മതി. ഡാൽഗോൺ കോഫി ചെയ്യുന്ന പോലെ ഒരുപാട് തിക്ക് ക്രീമായിട്ട് കിട്ടണ്ട, ഇത് മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഷേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് കിറ്റ്കാറ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമും ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. അതിനായിട്ട് ഒരു വലിയ ഗ്ലാസ് എടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ കോഫിയാണ് ആഡ് ചെയ്യുന്നത്. കോഫി ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് സോസോ ന്യൂട്ടല്ലയോ ആഡ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കോഫി ആഡ് ചെയ്യേണ്ട, അതിന് പകരം ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുക്കാം. കോഫിയുടെ ലെയർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കിറ്റ്കാറ്റ് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. കോഫിയും കിറ്റ്കാറ്റും ഒക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കോഫി ഇഷ്ടമില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലെയർ സ്കിപ്പ് ചെയ്തതിന് ശേഷം ന്യൂട്ടല്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.